സുഹൃത്തുക്കളെ, നോയിഡയിൽ ഉണ്ടായ തൊഴിലാളി പ്രതിഷേധം ഒരു ചെറിയ സംഭവമല്ല. അത് നമ്മുടെ രാജ്യത്ത് വളരുന്ന വർഗ പോരാട്ടത്തിൻ്റെ ഒരു ശക്തമായ സൂചനയാണ്. നോയിഡയിലെ തൊഴിലാളികൾ എന്താണ് ആവശ്യപ്പെട്ടത്? മിനിമം വേതനം, നിശ്ചിത ജോലി സമയം, ഓവർടൈം വേതനം, നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങൾ. പക്ഷേ ഈ അവകാശങ്ങൾക്കായി പോലും അവർ തെരുവിലിറങ്ങേണ്ടി വന്നത് നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. ആദ്യം അവർ സമാധാനപരമായ മാർഗങ്ങൾ സ്വീകരിച്ചു, ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു, ചർച്ചകൾ നടത്തി. പക്ഷേ ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന മൂലധന വ്യവസ്ഥയിൽ കമ്പനികൾ തൊഴിലാളികളുടെ ശബ്ദം കേൾക്കാൻ തയ്യാറായില്ല. പകരം മാനേജ്മെൻറ്റും മേൽനോട്ട സംവിധാനവും ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഇത് കമ്പനി പ്രശ്നമല്ല, ഒരു വ്യവസ്ഥയുടെ പ്രശ്നമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കൂ. ഇന്ധനക്ഷാമം, ഗ്യാസ് ലഭ്യതക്കുറവ്, വിലക്കയറ്റം എല്ലാം കൂടി അവരുടെ ജീവിതം തകർക്കുകയാണ്. വസ്തുക്കളുടെ വില കുതിച്ചു വരുമ്പോൾ അവരുടെ യഥാർത്ഥ വരുമാനം കുറയുകയാണ്. ഇത് രണ്ടു വശത്തു നിന്നും വരുന്ന സമ്മർദ്ദമാണ്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? പ്രക്ഷോഭം അനിവാര്യമാണ്. ചരിത്രം നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യം: ജീവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ പൊരുതും. ഇവിടെ സർക്കാരിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് തൊഴിൽ വകുപ്പ് ഒരു നിഷ്പക്ഷ സംവിധാനമല്ല. അത് വ്യവസായ അനുകൂല നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഉപകരണമാവുകയാണ്. ഇതിൻ്റെ ഫലമായി തൊഴിലാളികൾക്ക് ലഭ്യമായ നിയമപരമായ സംരക്ഷണം പോലും അർത്ഥശൂന്യമാകുന്നു. ഇതിനു പുറമെ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. നിയമസഭയിലും പാർലമെൻറ്റിലും അധികം ആളുകളും ഭരണകൂടത്തിൻ്റെയും മൂലധന വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്: തൊഴിലാളികളുടെ ശബ്ദം കേൾക്കാൻ ആരുണ്ട്? ഈ അവഗണന തൊഴിലാളികളിൽ നിരാശയും നിസ്സഹായതയും വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ പ്രതിഷേധം ചിലപ്പോൾ ഹിംസാത്മകമാകാം. പക്ഷേ ഹിംസയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് പ്രശ്നപരിഹാരമല്ല. ഹിംസ ഒരു ലക്ഷണം മാത്രമാണ്. അസുഖം എന്താണ്? നീതീകരിക്കാനാവാത്ത സാമ്പത്തിക വ്യവസ്ഥ. ഇത് നോയിഡയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഗുജറാത്ത്, ബീഹാർ, ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിലും സമാനമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഒരു വലിയ സാമൂഹ്യ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സൂചനയാണ്. ഇന്ന് ഒരു വശത്ത് വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല. മറ്റൊരു വശത്ത് ലഭിക്കുന്ന ജോലികൾ സ്ഥിരതയില്ലാത്തതും കരാർ അടിസ്ഥാനത്തിലുമാണ്. സാമൂഹ്യ സുരക്ഷയില്ല, സ്ഥിര ശമ്പളമില്ല, ഭാവി ഉറപ്പില്ല. ഇത് നവ ഉദാരവാദ നയങ്ങളുടെ ഫലമാണ്. ഇവിടെ മനുഷ്യൻ്റെ തൊഴിൽ ഒരു ചിലവായി മാത്രം കാണപ്പെടുന്നു. എല്ലാ അധികാര സംവിധാനങ്ങളും, മൂലധന വിഭാഗം, സർക്കാർ, നിയമവ്യവസ്ഥ, നിയമനിർമ്മാണ സഭ ഒരു വശത്ത് നിൽക്കുമ്പോൾ വർഗ പോരാട്ടം ശക്തമാകുന്നത് സ്വാഭാവികമാണ്. ഇത് ഒരു വലിയ സാമൂഹിക പ്രസ്ഥാനമായി മാറാനും സാധ്യതയുണ്ട്. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ സാമ്പത്തിക അസമത്വത്തിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും ജനങ്ങൾ ഉയർന്നു നിന്നു. ഇന്ത്യയും ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ്. ഇന്ന് സാമ്പത്തിക അസമത്വം ഭയപ്പെടുത്തുന്ന നിലയിൽ എത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സന്തോഷമില്ലായ്മ വലിയ പൊട്ടിത്തെറിയായി മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ അടിച്ചമർത്തൽ വഴി പ്രശ്നം പരിഹരിക്കാനാവില്ല. സർക്കാർ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം. വ്യവസായ കേന്ദ്രീകൃത നയങ്ങൾക്ക് പകരം തൊഴിലാളി കേന്ദ്രീകൃതമായ നയങ്ങൾ നടപ്പിലാക്കണം. അല്ലെങ്കിൽ ചരിത്രം നമ്മോട് വീണ്ടും ഓർമ്മിപ്പിക്കും: അടിച്ചമർത്തപ്പെട്ടവർ എഴുന്നേറ്റാൽ അവരെ തടയാൻ ആരാലും കഴിയില്ല എന്നത് നാം മനസ്സിലാക്കണം.